എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 8-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ബാങ്കുകൾക്ക് പുറമെ പോസ്റ്റ് ഓഫീസിലെ പണമിടപാടുകൾക്ക് കൂടി ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ്. വർഷങ്ങളായി പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ വലുതും ചെറുതുമായി പണം നിക്ഷേപിച്ചവരുണ്ട്. അങ്ങനെയുള്ളവർ നിർബന്ധമായും അറിയേണ്ട പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. വലിയ തുകയുടെ ഇടപാടുകൾക്ക് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപങ്ങൾക്കും പണം പിൻവലിക്കുന്നതിനുമുള്ള ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ പുതിയ നിയമം ബാധകമാകും. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണിത്. ഒരു ദിവസം 50,000 രൂപക്ക് മുകളിൽ പണം നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഇനി പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഒരു സാമ്പത്തിക വർഷം നടത്തുന്ന ആകെ പണമിടപാടുകൾ 10 ലക്ഷം രൂപ കടന്നാലും പാൻ കാർഡ് നിർബന്ധമാണ്. PPF, NSE, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ പദ്ധതികളിൽ നിക്ഷേപമുള്ളവർ പാൻ കാർഡ് ലിങ്ക് ചെയ്യണം. വലിയ തോതിലുള്ള പണമിടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരണം. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ 15-ാം തീയതി വരെ മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ. മെയ് മാസത്തെ റേഷൻ മെയ് 30 വരെ വാങ്ങാം. 15-ാം തീയതി വരെ, അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ, 2 മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരമാണ് 15-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ 4 മുതൽ ഇത് തുടങ്ങിയതാണ്. 2 മാസത്തെയും റേഷൻ വാങ്ങാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ 2 മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയുക. ഏപ്രിൽ മാസത്തെ മാത്രം വാങ്ങിയവർക്ക് മാത്രമാണ് മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുക. 2 മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്തുകൊണ്ട് തന്നെ നിരവധി പേർ രണ്ടും ഒരുമിച്ച് വാങ്ങിയവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ മാസം ഇനി റേഷൻ ഇല്ല. അതേസമയം സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പുതിയ വിലയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് ചിലതിൽ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെറുപയർ 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂവരപ്പരിപ്പ് 83 രൂപ, മുളക് 1 കിലോ 130 രൂപ, മല്ലി അര കിലോ 45 രൂപ, പഞ്ചസാര 1 കിലോ 33 രൂപ, വെളിച്ചെണ്ണ 1 ലിറ്റർ, അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 256 രൂപ. പൊതുവിപണിയിൽ ഇതിലേറെ വില കുറവാണ് എന്നുള്ളതാണ് വിവരം. ജയ അരിക്ക് 33 രൂപ, കുറുവ അരിക്ക് 33 രൂപ, മട്ട അരിക്ക് 33 രൂപ, പച്ചരിക്ക് 29 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി സാധനങ്ങളുടെ വില. ഇവയെല്ലാം റേഷൻ കാർഡ് ഉള്ളവർക്ക് വാങ്ങാവുന്നതാണ്. മെയ് മാസത്തെ വിതരണം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. UDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരത്തെ രാജിവെച്ച് 15-ാം നിയമസഭാ കേരള ഗവർണർ ആർലേക്കർ പിരിച്ചുവിട്ടു. UDF 102 സീറ്റ് നേടിയതുകൊണ്ട് തന്നെ പുതിയ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള കാലതാമസം മാത്രമാണ് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ളത്. ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. 3 നേതാക്കളാണ് മുന്നിലുള്ളത്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഇവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകും. തുടർന്ന് പൊതുവായ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെയും ചില മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യ സഭാ സമ്മേളനം വിളിച്ചു തീർക്കും. ഗവർണറുടെ നയപ്രഖ്യാപന സമ്മേളനത്തിന് ശേഷം ആദ്യ ധനമന്ത്രിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം പുതിയ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ഉണ്ടാകും. ഈ ബജറ്റിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും. ഒരുപാട് വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ 5 വർഷം കൊണ്ട് 3000 രൂപയാക്കും എന്നാണ് ഒരു വാഗ്ദാനം. ഇതിൽ ചെറിയൊരു വർധനവ്, അതായത് 100 രൂപയുടെയെങ്കിലും വർധനവ് ഈ ബജറ്റിൽ തന്നെ ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാൽ നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാർ വലിയ കടബാധ്യത പുതിയ സർക്കാരിന്റെ തലയിൽ കയറ്റിവെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ ഒരു ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിലവിലെ പെൻഷൻ 2000 രൂപ തുറന്ന് നൽകാനായിരിക്കും സാധ്യത എന്നും വിവരങ്ങളുണ്ട്. മെയ് മാസത്തെ പെൻഷൻ കൃത്യസമയത്ത് തന്നെ ലഭിക്കും. നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കിയത് കൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ പെൻഷൻ തുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ളവർക്ക് കയ്യിലും എത്തിച്ചേരുന്നതാണ്. പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ ഉത്തരവ് ഒരുമിച്ചാണ് സർക്കാർ ഇറക്കിയത്. ഇപ്പോഴും LDF സർക്കാരിൻ്റെ കാലാവധി നിലനിൽക്കേണ്ട സമയമാണ്. എന്നാൽ
ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. ഭരണ ചുമതലയിൽ തുടരണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം 15ാം നിയമസഭ ഗവർണർ പിരിച്ചുവിട്ടു. അപ്പോൾ ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. എന്തായാലും 25ാം തീയതിയാണ് നമുക്ക് പെൻഷൻ സാധാരണഗതിയിൽ ലഭിക്കാറുള്ളത്. അതിനു മുമ്പ് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം മറിച്ചാണ്. സംസ്ഥാന സർക്കാർ ഇലക്ഷന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു എന്ന് വേണം കരുതാൻ. ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ആരംഭിച്ചത്. മാർച്ചിൽ ഇലക്ഷന് മുമ്പും അത് വിതരണം ചെയ്തു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ നടപടികളൊന്നും പിന്നീടുണ്ടായില്ല. ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തില്ല. പുതിയ സർക്കാരിന്റെ ബജറ്റിന് ശേഷമായിരിക്കും ഇനി ഈ പദ്ധതി തുടരുകയാണ് എങ്കിൽ സഹായം ലഭിക്കുക. ഇല്ല എങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നിരവധി പേർ അപേക്ഷ നൽകി. ഇത്രയും ആളുകൾ കാത്തിരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഉപേക്ഷിക്കാനുള്ള സാധ്യതയും ഇല്ല. പിണറായി സർക്കാർ തുടങ്ങിയതുപോലെ തന്നെ നിർത്തിയ പദ്ധതിയാണ്. ഇനി ഇത് വീണ്ടും തുടങ്ങണമെങ്കിൽ UDF സർക്കാരിന്റെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസത്തെ കുറിച്ച് മുഴുവൻ നൽകും എന്ന് പറഞ്ഞിരുന്ന LDF സർക്കാർ 5 മാസത്തേത് മാത്രമാണ് നൽകിയത്. 13 മാസത്തേതും കഴിഞ്ഞ മാസത്തേതും അടക്കം 14 മാസത്തേത് വീണ്ടും കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രവാസി പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പെൻഷനുകളാണ് LDF സർക്കാർ കുടിശ്ശികയായി ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇതെല്ലാം UDF സർക്കാർ കൊടുത്ത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാം ബജറ്റിന് ശേഷമായിരിക്കും കൂടുതൽ ഒരു വ്യക്തത വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.